പ്രത്യാശയുടെ ദീപങ്ങൾ. ഞാനൊരു പാവം നാടോടി, നിരാശയുടെ ലോകത്ത് പ്രത്യാശയുടെ കഥ പറയാൻ വന്ന ഒരു നാടോടി. പ്രതീക്ഷയുടെ ദൈവമേ, പ്രത്യാശയുടെ ദൈവമേ, ഇരുൾ നീക്കി മറ നീക്കി നയിക്കണേ ഞങ്ങളെ. താത്തിനന്തകത്തിനാരോ തകതിനന്തകത്തിനാരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തിനാരോ താത്തിനന്തകത്തിനാരോ തകതിനന്തകത്തിനാരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തിനാരോ. പ്രത്യാശയും നിരാശയും തമ്മിലുള്ള യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. വരൂ, നമുക്ക് കാണാം. ഞാൻ നിരാശ, കുറ്റബോധം കൊണ്ട് പിന്നീട് ചിന്തകളോട് ഞാൻ എല്ലാവരെയും നശിപ്പിക്കും. നിങ്ങൾക്ക് കാണണം. വാ വാ വാ. യൂദാസ്, നീ എന്താണ് ചെയ്തത്? നിന്റെ ഗുരുവിനെ ക്രൂശിലേറ്റാൻ മാത്രം അവൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എന്ത്? അവൻ രക്ഷപ്പെട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു അവൻ രക്ഷപ്പെടുമെന്ന്. ഞാൻ എന്താണ് ചെയ്തത്? എന്റെ ഗുരുവിനെ, നിരപരാധിയായ എന്റെ ഗുരുവിനെ 30 വെള്ളി നാണയത്തിന് വേണ്ടി ഞാൻ ഒറ്റിക്കൊടുത്തു. ഞാൻ എന്റെ ഗുരുവിനെ രക്ഷിക്കും. എനിക്ക് പ്രധാന പുരോഹിതനെ കാണണം. സാധ്യമല്ല. എനിക്ക് പ്രധാന പുരോഹിതനെ കാണണം. എന്റെ ഗുരുവിനെ രക്ഷിക്കാം. വെള്ളി നാണയങ്ങൾ എടുത്ത് എന്റെ ഗുരുവിനെ തിരിച്ചു തരും. അതൊക്കെ നിന്റെ കാര്യം. നടന്നു പോകരുത്. നിരപരാധിയായ എന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തവനാണ് ഞാൻ. ഞാനിനി ജീവിച്ചിരിക്കുന്നു. ഇതിന്റെ ശിക്ഷ മരണമാണ്. യൂദാസ് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു തീർത്ഥാടകൻ നിരാശയും കുറ്റബോധവും കൊണ്ട് തന്നെ ഇരുണ്ട വഴി തെരഞ്ഞെടുത്തു. അവൻ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. നിർത്തോ, നിർത്തോ. ഞാൻ പ്രത്യാശ. നിരാശയിൽ വീണുപോകുന്നവർക്ക് പ്രത്യാശയാകാൻ വന്നവൻ. പ്രത്യാശ നഷ്ടപ്പെട്ട തീർത്ഥാടകൻ മാത്രമല്ല, അങ്ങ് പണ്ട് വേദനകളിൽ പ്രത്യാശയോടെ ദൈവത്തിന്റെ കരം പിടിച്ച ഒരാളുണ്ടായിരുന്നു. പ്രത്യാശ വെളിച്ചം പകർന്ന തീർത്ഥാടകൻ ജോ. നിന്റെ ആടുകളും ഇടയന്മാരും തീയിൽ നശിച്ചു. നിന്റെ പുത്രന്മാരും പുത്രിമാരും വീടിടിഞ്ഞു മരിച്ചു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. കണ്ണീരിനിടയിലും ഞാൻ പറയും, നീയാണ് ദൈവം. എടുത്താലും തന്നാലും ഞാൻ നിന്നെ സ്തുതിക്കും. ഇങ്ങനെ രോഗത്തിലും ദാരിദ്ര്യത്തിലും ഇരിക്കുമ്പോൾ ദൈവത്തെ ശപിച്ച് മരിച്ചാൽ മതിയോ? നന്മ സ്വീകരിച്ചവൻ തിന്മയും സ്വീകരിക്കട്ടെ. ദൈവത്തെ ഞാൻ ശപിക്കില്ല. നിന്റെ പാപം കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ നിനക്ക് സംഭവിച്ചത്? ദൈവത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ അറിയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനുള്ളവൻ. നീ മനുഷ്യനായി എന്റെ മഹത്വം അന്വേഷിക്കാമോ? ഭൂമിയെ ഞാൻ സ്ഥാപിച്ചത് എങ്ങനെയെന്ന് അറിയുമോ? നീ എന്റെ മുമ്പിൽ കുറ്റമറ്റവനല്ല, പക്ഷേ വിശ്വസ്തനായിരുന്നു. കർത്താവേ, ഞാൻ അറിയുന്നു നീ സർവശക്തൻ. നിന്നെ ഞാൻ മുൻപ് കേട്ട് മാത്രം അറിഞ്ഞിരുന്നു, ഇപ്പോൾ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നു. ദൈവം ജോബിന്റെ വേദനയുടെ അവസാനം ഇരട്ടിയായ അനുഗ്രഹങ്ങൾ നൽകി. ജോബിന്റെ കഥ കേൾക്കാൻ ഇക്കാലത്ത് ആർക്കാണ് നേരം? നോക്കൂ, ആധുനിക ലോകം ഇപ്പോൾ എന്റെ കൂടെയാണ്. നിരാശയിലേക്ക് വീഴുകയാണ്. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകർ, പ്രത്യാശയുടെ ദീപങ്ങൾ. എന്റെ കുഞ്ഞ് ആശുപത്രിയില്ല, മരുന്ന് വേണം. എന്റെ കയ്യിൽ പണമില്ല, കടം ചോദിക്കാനും ആരുമില്ല. ഞാനിനി എന്ത് ചെയ്യും ദൈവമേ? എന്റെയും കുഞ്ഞിന്റെയും ജീവിതം ഞാനിന്ന് അവസാനിപ്പിച്ചാലോ? പ്രാർത്ഥന കൊണ്ട് മരുന്ന് കിട്ടുമോ? പ്രത്യാശ പറഞ്ഞിട്ട് വയറ് നിറയുമോ?
കൈകോർക്കാം നമുക്ക്, ഹൃദയം കൊടുക്കാം കണക്കില്ലാതെ. ഒരുമിച്ച് നടക്കുന്നവർ പ്രത്യാശയുടെ തീർത്ഥാടകർ. അവൾ എന്നെ ഉപേക്ഷിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു? എന്റെ പണം, എന്റെ വൃത്തി എല്ലാം ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തു. എന്നിട്ടോ അവൾ എന്നെ ഉപേക്ഷിച്ചു. എനിക്ക് സഹിക്കാവുന്ന അപ്പുറമാണത്. എനിക്ക് മരിച്ചാൽ മതി. എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട. മോനെ, പ്രാർത്ഥിക്കാൻ വാ. കുടുംബ പ്രാർത്ഥനയുടെ സമയമായി. എന്താ മോനെ? എന്ത് കാണിക്കുന്നത്? ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് ഒന്നിനൊരു പരിഹാരമല്ല. അത് നമുക്ക് മാത്രമേ നഷ്ടമുണ്ടാകൂ. ആരെല്ലാം ഉപേക്ഷിച്ചാലും നമുക്ക് തമ്പുരാൻ കൂടെയുണ്ട് മോനെ. നിരാശയിൽ വീണ് പോകാതെ തിരിച്ചു പോകും. ജീവിതത്തിലെ ചെറിയ പരാജയങ്ങൾ നേരിട്ട് സ്വർണ്ണമൂലയിൽ വാർത്തെടുക്കുന്നത് പോലെ പ്രത്യാശയോടെ എല്ലാറ്റിനെയും നേരിട്ട് വിജയിക്കണം. നമുക്ക് തമ്പുരാൻ മാത്രമേ ഉള്ളൂ മോനെ, വേറെ ആരുമില്ല. യൂദ തന്റെ മേളിൽ അണിഞ്ഞു വീണു. അവൻ പ്രത്യാശയെ കണ്ടില്ല, കർത്താവിന്റെ കരുണയിൽ അഭയം തേടിയില്ല. എന്നാൽ ജോബ് തന്റെ ജീവിതത്തിൽ അനുഗ്രഹം നേടി. പ്രത്യാശയോടെ സ്നേഹമുള്ളവരെ, വേദനയിലൂടെയും സഹനത്തിലൂടെയും ജീവിതത്തിൽ നിരാശയിലേക്ക് പോകുന്നവർക്ക് പ്രത്യാശയുടെ കരം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ പ്രത്യാശ പ്രഘോഷിക്കാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞുവല്ലോ, ഞാൻ ലോകത്തിന്റെ അവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന്. നമ്മുടെ യാത്ര നിരാശയിലേക്കല്ല, പ്രത്യാശയിലേക്കാണ്. ഞങ്ങൾ അമ്മമാർ പ്രത്യാശയുടെ ദീപശിഖ. ഞങ്ങൾ അമ്മമാർ പ്രത്യാശയുടെ ദീപശിഖ.